ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്ന സ്റ്റിറോയിഡ്സ് യൂസ് ഇൻ മെഡിക്കൽ പ്രാക്ടീസ്. അതായത് നമ്മൾ റൂട്ടീനുള്ള മെഡിസിൻ പ്രാക്ടീസിൽ സ്റ്റിറോയിഡ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിസിൻ്റെ പലപ്പോഴും നമ്മൾക്കറിയാം പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ സ്റ്റിറോയിഡ്സ് നമ്മൾ മെഡിസിൻ പ്രാക്ടീസ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ SLE അല്ലെങ്കിൽ സന്ധിവാതം പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 2 ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗൻ സ്വീകരിച്ചു, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓർഗൻ റിജക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഇമ്മ്യൂണോ സപ്രഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റിറോയിഡ്സ് കഴിക്കും. പിന്നെയുള്ളത് ചില കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റിറോയിഡ്സ് മാത്രമേ ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ. ചില കേസിന് ചിലർക്ക് നമുക്ക് വേറെ അലർജി വന്നു, സിവിയർ അനേഫിലാക്സിസ്, ചില അൺനോൺ ബൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചൊരു അലർജി വന്നു ഫുഡിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡ്രഗ്സ് കഴിച്ച അലർജി വന്നു, BP ഫോളോ വന്ന് ഷോക്കിൽ പോയി. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ്സാണ് നമുക്ക് കയറ്റാൻ പറ്റും. അപ്പം പലപ്പോഴും നമ്മൾ ചില ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കാറുണ്ട്. അപ്പം പിന്നെ നമ്മൾ സ്റ്റിറോയിഡ്സ് ബ്രെയിൻ ട്യൂമേഴ്സ് തലയ്ക്കകത്തൊക്കെ നീർക്കെട്ട് കുറയ്ക്കാൻ നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കും. അപ്പോൾ സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പെട്ടെന്ന് വണ്ണം വെക്കാം, വണ്ണം വെക്കും, അത് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കും സ്റ്റിറോയിഡ്സ് ആണ്. അപ്പോൾ വാട്ടർ റിട്ടൻഷൻ വരുമ്പം, വെള്ളക്കെട്ട് വരുമ്പോഴത്തേനും അത് BP കൂട്ടും, ഷുഗർ കൂട്ടും, നമുക്ക് ഹൈപ്പർഗ്ലൈസീമിയ, ബ്ലഡ് ഷുഗറൊക്കെ കയറും. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അങ്ങനെ കുഷിങ്ങോട് അപ്പിയറൻസ് ആയി, കുഷിങ് സിൻഡ്രോം പോലുള്ള ഒരു സിനത്തിലേക്ക് നമ്മൾ പോകും. പിന്നെയുള്ള അഡ്രിനൽ ക്രൈസിസ് വരാം. നമ്മൾ അഡ്രിനൽ ഗ്രന്ഥിയാണ് സ്റ്റിറോയിഡ് നോർമലി ഉണ്ടാക്കേണ്ടത്, കോർട്ടിക്കോസ്റ്റെറോയിഡ്, കോർട്ടിക്കോസ്റ്റെറോയിഡ്. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യും. ഇത് എക്സസൈഡ് നമ്മൾ സ്റ്റിറോയിഡ് ബോഡിയും സപ്ലൈ ചെയ്യുമ്പം ഈ ഹോർമോൺ അഡ്രിനൽ ഗ്രാന്ഥിയെ സപ്രസ് ചെയ്തിട്ട് സ്റ്റിറോയിഡ് ഉണ്ടാക്കാതിരിക്കും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിന് ഒരു കുറവ് വരുന്ന കാലം അതിൻ്റെ സിംറ്റംസ് ഹൈപ്പർ ടെൻഷൻ, BP ഫോളോ വരാം, പൊട്ടാസ്യം കുറയാം, സോഡിയം കുറയാം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റിറോയിഡ്സ് നമ്മൾ യൂസ് ചെയ്യാം, 2 സൈഡുണ്ട് അതിന്. അപ്പം ചിലർ പറയും നമ്മൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്താൽ അതിൻ്റെ ഗുണങ്ങളുണ്ട്, സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാൻ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എഫക്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാന്നുള്ളത്, നമ്മൾ പലപ്പോഴും നമ്മൾ ശ്വാസമുള്ള ആസ്മയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം, COPD ഭയങ്കര അക്യൂട്ട് സിവിയർ ആസ്മയിലേക്കാണ് നമ്മൾ ഇഞ്ചക്ഷൻ സ്റ്റിറോയിഡ് എടുക്കുന്നത്, ഡെക്സാമെഥസോൺ അല്ലെങ്കിൽ ഹൈഡ്രോകോർട്ടിസോൺ സ്റ്റിറോയിഡ് എടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ആ സ്റ്റിറോയിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടും. കാരണം പെട്ടെന്ന് അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും, ബ്രോങ്കോഡൈലേഷൻ, ശ്വാസകോശ വികസിക്കുന്നു, പെട്ടെന്ന് നമുക്ക് ഓക്സിജൻ അളവ് കൂടുന്നു, നല്ല റിലീഫ് കിട്ടുന്നു. അപ്പോൾ എല്ലാ അസുഖത്തിനും പെട്ടെന്ന് നമുക്ക് അസുഖം മാറി പറയും. ഇപ്പം പനി വന്നവർക്ക് ഒരു ഇഞ്ചക്ഷൻ ഡെക്സാമെഥസോൺ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പനി കുറയും. പല അസുഖങ്ങളും നമ്മൾ സ്റ്റിറോയിഡ് ഇങ്ങനെ നമ്മൾ എന്നാ പറയുന്നത് ക്വാക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ കൊടുക്കാറുണ്ട്, പെട്ടെന്ന് അസുഖം കുറയ്ക്കാൻ വേണ്ടി. പെട്ടെന്ന് പെയിൻ കുറയും, ഇൻഫ്ലമേഷൻ കുറയും, പനി കുറയും. അപ്പം പെട്ടെന്ന് നമുക്കൊരു വെൽബീങ് ഒരു എഫക്റ്റ് ഉണ്ടാകും സ്റ്റിറോയിഡ്. പക്ഷേ ലോങ് ടൈം ആയിട്ട് നമ്മൾ നോക്കുമ്പം സ്റ്റിറോയിഡ് സൈഡ് എഫക്ട്സ് വരും. ഈ പറഞ്ഞ പോലെ അമിതവണ്ണം, പ്രഷർ, ഷുഗർ കൂടുന്നു, ഓസ്റ്റിയോപൊറോസിസ്, എല്ലിന് ബലക്ഷയം വരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രാക്ചേഴ്സ് ഉണ്ടാകാം, പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ചില കണ്ടീഷൻ ഞാൻ പറഞ്ഞ പോലെ ഓട്ടോഇമ്യൂൺ അസുഖങ്ങൾ, SLE, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനെയുള്ള അസുഖം, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ ആസ്മ പോലുള്ള കേസുകൾ, പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ഇതിനൊക്കെ നമുക്ക് സ്റ്റിറോയിഡ് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് പോലുള്ള അസുഖങ്ങൾ, അപ്പോൾ നമുക്ക് നെർവിന് മലിനീഷ്യത്തിൽ പൊളിഞ്ഞു പോകുന്നു, നമുക്ക് പാരാലിസിസ് വരുന്നു, നമുക്ക് ഇപ്പം സ്പൈനൽ ഇഞ്ചറി വന്നു, അല്ലെങ്കിൽ ബ്രെയിനൊക്കെ പ്രശ്നം വന്നു, എഡിമയുണ്ട്, നീർക്കെട്ടുണ്ട്, പെട്ടെന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ പാരാലിസിസ് വരും, അല്ലെങ്കിൽ നമുക്ക് ഫിറ്റ്സ് വരുന്നു, അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് ഉപയോഗിച്ചേ പറ്റും. പക്ഷേ അത് നമ്മുടെ അതിൻ്റെ അകത്ത് ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രമേണ അത് കുറച്ച് ഡോസ് കുറച്ച്, ആദ്യം 30 മില്ലിഗ്രാം, 50 മില്ലിഗ്രാം, 100 മില്ലിഗ്രാം, ക്രമേണ കുറച്ച് 5-ൽ 10-ൽ 7.5 ഒരു മെയിനസ് ഡോസിൽ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് വളരെ മിനിമം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം പറയുക ഓർഗൻ ട്രാൻസ്പ്ലാന്റിലൊക്കെ പലപ്പോഴും അങ്ങനെ നമ്മൾ ആദ്യം ഹൈ ഡോസിലാണ് കൊടുക്കുന്നത്, പിന്നെ അത് ക്രമേണ കുറച്ച് നമുക്ക് നിർത്തി നോക്കി, അല്ലെങ്കിൽ ആ ലെവലിൽ അതേപോലത്തെ വേറെ സൈഡ് എഫക്ട്സ് കുറഞ്ഞ മരുന്നേക്ക് നമ്മൾ പോകും, ബയോളജിക്കൽ പറയും. അപ്പോൾ ഇമ്മ്യൂണോ സപ്രഷൻ വേണം, നമ്മൾ ഓർഗൻ റിജക്റ്റ് ചെയ്യാൻ പാടില്ല, എന്നാൽ നമുക്ക് നിൽക്കണം. അപ്പോൾ എന്നാൽ പോലും അതിൻ്റെ സൈഡ് എഫക്ട്സ് നെഗ്ലിജിബിൾ ആയിരിക്കണം, അതായത് സ്റ്റിറോയിഡ് പോലെയുള്ള സൈഡ് എഫക്റ്റ് കുറയ്ക്കുകയും വേണം. അപ്പോൾ അത് കണ്ടുകൊണ്ട് വേണം നമ്മൾ മെയിനസ് ഡോസ് ഒരു ഡോസ് കണ്ടിട്ട് അത് നമുക്ക് തുടരുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് പനിക്ക് വേണ്ടി സ്റ്റിറോയിഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വലിയ സെപ്സിസ് ഇൻഫെക്ഷൻ വരുമ്പോൾ സ്റ്റിറോയിഡ് കൊടുത്താൽ ഇൻഫെക്ഷൻ കൂട്ടുകയുള്ളൂ, സെപ്സിസ് കൂട്ടുകയുള്ളൂ, വേഴ്സൺ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ സ്റ്റിറോയിഡ് ഉപയോഗിക്കില്ല. വലിയ ഇൻഫെക്ഷൻ ICU ഇപ്പം ചിലരൊരു വർഷമുണ്ട് സ്റ്റിറോയിഡ് സെപ്സിസ് ഉപയോഗിക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്നൊരു വെൽബീയിങ് വന്നാൽ നമ്മൾ ലോങ് ടൈം ബെനിഫിറ്റ് നോക്കുമ്പം അത് ഓപ്പർച്യൂണിറ്റിക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകും. പലപ്പോഴും ഫംഗസ്, അങ്ങനെയുള്ള പല ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, കത്തി റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അത് സ്റ്റിറോയിഡുകൾ മിനിമം ഡോസിൽ മെയിൻസ് ഡോസിൽ കൊണ്ടുപോവുക, പരമാവധി ഡോസ് കുറച്ച് ഉപയോഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് അത്യുത്തമം. താങ്ക് യു.